ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്നലെ വരെയുള്ള ഡാറ്റ അനാലിസിന്റെ ഫൈസറിന്റെ മെഡിക്കൽ ഡാറ്റന്റെ അനാലിസിസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഫൈസർ ഡാറ്റ സെറ്റിൽ തന്നെ വ്യത്യസ്തമായ കുറച്ചും കൂടി അനാലിസിസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ഡാറ്റ അനാലിസിസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വേണ്ട ലൈബ്രറീസ് ഒക്കെ എന്താക്കും, ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ച് നമ്പർ ഇമ്പോർട്ട് നമ്പർ np. നെക്സ്റ്റ് ഇമ്പോർട്ട് pandas pd. ആ രണ്ട് ലൈബ്രറി ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഡാറ്റ സെറ്റ് ലിങ്ക് ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനിവിടെ കൊടുക്കുന്നത്. ഡാറ്റ സെറ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എനിക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ സെറ്റിൻ്റെ നെയിം Pfizer.csv, Pfizer_1.csv ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡാറ്റ സെറ്റ് CSV ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റിനെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് അതിനെ പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുന്ന നെയിം കൊടുക്കുക, ഈക്വൽ ടു PD ഡോട്ട്. ഇതാണ് പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതിൻ്റെ ഇത്. PD.read underscore CSV underscore head. So ഇത് Pfizer.csv ഇത് കോപ്പി ചെയ്യാം. എല്ലാ നെയിമും അതേപോലെ എഴുതിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഞാനത് കോപ്പി ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി നമ്മൾ അറിയാം, നമ്മൾ മുന്നത്തെ ഡാറ്റ സെറ്റിലൊക്കെ ചെയ്ത പോലെ ഈ ഡാറ്റ ഒന്ന് വ്യൂ ചെയ്യണം. data.head ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ ബ്രാക്കറ്റിലുള്ള ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ 5 കിട്ടും. കൊടുക്കുന്ന എത്രയാണോ അത്ര നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മുടെ ഡാറ്റ സെറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത അനാലിസിൽ അതേ ഡാറ്റ സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലോങ് വേർഷനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, നമ്മൾ പഠിച്ചൊരു മെത്തേഡാണ് മെൽറ്റിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവാം. അതിന് ആ മെൽറ്റ് ചെയ്ത സാധനത്തിന് ഒരു വേരിയബിളിൻ്റെ അണ്ടറിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വേരിയബിൾ നെയിം കൊടുക്കുന്ന ഡാറ്റ അണ്ടർസ്കോർ മെൽറ്റ് എന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെൽറ്റ് എന്നുള്ള വേരിയബിളിൻ്റെ അണ്ടറിൽ അതിനെ സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ മെൽറ്റ് ചെയ്യാനുള്ള ഇത് നമുക്കറിയാം, PD ഡോട്ട് മെൽറ്റ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ രണ്ട് കാര്യങ്ങൾ അതിൽ കൊടുക്കല്. ഓക്കെ, ഒന്ന് ഡാറ്റ മെൽറ്റ് ചെയ്യേണ്ട ഡാറ്റ ID. ഡാറ്റ പറഞ്ഞാൽ ഈ ഡാറ്റ സെറ്റിന്റെ നെയിമാണ്. ഡാറ്റ അണ്ടറിലല്ലേ PD ഡോട്ട് റീഡ് CSV സ്റ്റോർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അത് പിന്നെ ID വേർസ്, അത് അതിൻ്റെ ഒരു വേരിയബിളാണ്. ID വേർസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു ഏത് കോളം ആണോ നമ്മൾക്ക് ID വേർസ് ആയിട്ട് കൊടുക്കേണ്ട ആ കോളം നെയിംസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഡാറ്റയിൽ നമ്മൾ 3 എണ്ണമാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഒന്ന് ഡേറ്റ്, രണ്ടാമത്തെ ദെൻ ഡ്രഗ് നെയിം, ഡ്രഗ് അണ്ടർസ്കോർ നെയിം, ഡ്രഗ് അണ്ടർസ്കോർ നെയിം. സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ മുകളിലെ കോളംസിന് സെയിം ആണോ നോക്കണം, അല്ലെങ്കിൽ എന്ത് വരും എന്ന് വെച്ചാൽ അത് ഇത് വരും കേട്ടോ, എറർ വരും. ഇനി പാരാമീറ്റർ അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു.
കോമ ഇതിന്റെ കോളത്തിന് പുറത്ത് ഡബിൾ കോട്ടിന്റെ പുറത്ത് കൊടുക്കുക. അഡീഷണൽ സ്പേസ് ഇപ്പൊ ഇവിടെ ഉണ്ടോ, ഒരു അഡീഷണൽ സ്പേസ് ഇട്ട് ആ സ്പേസ് ഇട്ടാൽ നമ്മളെ ഈ നെയിമായിട്ട് എന്താവില്ല, ഈക്വൽ ആയിട്ട് വരില്ല. അപ്പൊ അത് എറർ വരും. നമ്മള് അത് കഴിഞ്ഞ് എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക. ദെൻ വേറെ നെയിം കൊടുക്കണം. ഓക്കെ, അതൊരു ഫംഗ്ഷൻ ആണ്, ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. ഇതില് ടൈമാണ് ഞാൻ കൊടുക്കുന്നത്. കോമ ദെൻ വേറെ വാല്യൂ അല്ലെ, വാല്യൂ നെയിം, സോറി, വാല്യൂ നെയിം വാല്യൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മുന്നത്തെ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാൽ മതി കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കില്ല, കാരണം ഓൾറെഡി മുന്നേതാണ്, ടൈം കുറെ പോകും, വീഡിയോ വലുതാവും. ഓക്കെ, അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഡാറ്റ ഡോട്ട് മെൽറ്റ് കിട്ടി. അത് നമുക്ക് വെറുതെ വി ചെയ്ത് വെക്കാം. ഡാറ്റ അണ്ടർസ്കോർ മെൽറ്റ്. അപ്പൊ ഇങ്ങനെ ഈ ലോങ് ഡാറ്റ, ഇങ്ങനത്തെ ലോങ് ഡാറ്റ നമുക്ക് എന്തായി കിട്ടി, ലോങ് ഡാറ്റ നമുക്ക് ചെറുതായിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെറുതായിട്ട് കിട്ടി. ഓക്കെ, അതിൽ ഡേറ്റ്, ഡ്രഗ് നെയിം, പാരാമീറ്റർ ഉണ്ട്. അതിന് പുറമെ ഈ ടൈമും വാല്യൂ എന്നുള്ള ഇത്ര രീതിയിൽ ചെറുതാക്കി കിട്ടി. ഈ പർപ്പസിനാണ് മെൽറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മെൽറ്റ് ചെയ്ത ഡാറ്റയെ വീണ്ടും പിവറ്റ് ചെയ്യുക. ഇനി മെൽറ്റ് ചെയ്ത ഡാറ്റനെ പിവറ്റ് ചെയ്യുക. ഈ പിവറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എന്തിൽ കൊടുത്തിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പൊ ഞാൻ ആ കോഡ് മാത്രം കൂടെ കോപ്പി ചെയ്യുന്നു കേട്ടോ. അപ്പൊ റീഡിങ് വാല്യൂസ്, വാല്യൂസ് നെയിം കൂടെ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തല്ലേ, അതും കൂടെ റീഡിങ് ആക്കണം. അപ്പൊ ശരി. അതെന്താ വെച്ചാല് ഈ ഇതിൽ കണ്ടോ, ഇവിടെ വാല്യൂസ് ഞാൻ റീഡിങ് എന്നുള്ള പേരിലാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ കൊടുത്ത നേരത്തെ വാല്യൂ എന്നായിരുന്നു. അപ്പൊ അത് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, സെറ്റ്, ദെൻ കട്ടായി. അപ്പൊ അത് വന്നിട്ടുണ്ട്. ഇനി ഡാറ്റ ഡോട്ട് ഐ ഡി മെൽറ്റിന് പിവറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഡെക്സ് ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ, അതുകൊണ്ട് ജസ്റ്റ് അവിടെ കാണിക്കാം. ഡാറ്റ മെൽറ്റ് ഡാറ്റ ഡോട്ട് ഐ ഡി അല്ലേ, ഐ ഡിയിൽ കണ്ട ഇവിടെ എന്തായി, ഡേറ്റ്, ടൈം, ഇവിടെ ഇൻഡെക്സ് വന്നിട്ടില്ല. ഇൻഡെക്സ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഡെക്സ് റീസെറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോഡ് കൂടെ ചെയ്യാൻ. ഡാറ്റ ഡോട്ട് ഐ ഡി ഈക്വൽ ടു ഡാറ്റ ഐ ഡി ഡോട്ട് റീസെറ്റ് ഇൻഡെക്സ് റീസെറ്റ് ചെയ്താൽ അത് 0 ഇൻഡെക്സ് വരും. ഡാറ്റ ഇനി ഡാറ്റ ഡോട്ട് ഐ ഡി എടുക്കാം. ഡാറ്റ ഐ ഡി ഡോട്ട് ഹെഡ്. ഓക്കെ, അപ്പോൾ റീസെറ്റ് വന്നു. പാരാമീറ്റർ നമുക്ക് എന്തായിട്ടുണ്ട്, റീസെറ്റ് കിട്ടി. മോളത്തെ ഇതിൽ എന്താണ്, ഡേറ്റ്, ടൈം, പാരാമീറ്റർ നമ്മൾ റീസെറ്റ് കിട്ടി. ഓക്കെ, പാരാമീറ്റർ റീസെറ്റ് നെയിം ഇത് ഇൻഡെക്സ് ആയി, പാരാമീറ്റർ ഇൻഡെക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു.
data tidy.column.name known. ഇതിൽ ഞാൻ എന്താ ചെയ്തത് വെച്ചാല് ഇപ്പൊ ഇവിടെ ഇതിൽ ഇതേ റീസെറ്റ് മാത്രം കൊടുത്തപ്പോ ഈ നമ്മൾ ഓൾറെഡി ഇവിടെ പാരാമീറ്റർ പറഞ്ഞ ഡ്രഗ്സ് നെയിം പാരാമീറ്റർ എന്നുള്ള സംഭവത്തിൽ ഡ്രഗ് നെയിമിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തായി ഈ പാരാമീറ്റർ എന്നുള്ളിടത്ത് എന്തായി ഇതിന് റീസെറ്റ് ഇൻഡെക്സ് ആയിട്ട് വന്നു. ഓക്കെ, ഇവിടെ ഇൻഡെക്സ് ആയിട്ട് വന്നു. ഡ്രഗ് നെയിം ഇവിടെ ഉണ്ട്, ഇൻഡെക്സ് ആയിട്ട് വന്നു. ഓക്കെ, എന്നാല് ഈ പാരാമീറ്റർ എന്നുള്ള കോളം നെയിം പാരാമീറ്ററിൽ ഇൻഡെക്സ് നെയിം ആയിട്ട് വരരുത്. അപ്പൊ അതിനെ ഈ പാരാമീറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്, ഡാറ്റ ടൈഡി ഡോട്ട് കോളംസ് ഡോട്ട് നെയിം ഇസിട്ട് നോൺ കൊടുത്തപ്പോൾ സാധാ പോലെ പാരാമീറ്റർ ഒഴിവായിട്ട് ഇൻഡെക്സ് മാത്രം ഒരു കോളം നെയിം ഇല്ലാതെ വന്നു. ആ പർപ്പസിനാണ് അത് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡാറ്റ ഡോട്ട് മെൽറ്റ് ഒന്നുകൂടി കാണാം. ഡാറ്റ ഡോട്ട് മെൽറ്റ് ഡാറ്റ അണ്ടർസ്കോർ മെൽറ്റ്. ഇവിടെ ഇൻഡെക്സിൽ ഡാറ്റ അണ്ടർസ്കോർ ഐഡി ഇങ്ങനെ ഇതേപോലെ ഡേറ്റ് ടൈം ടെക്സ്റ്റ് നെയിം പ്രഷർ ടെമ്പറേച്ചർ ഇവിടെ ഡേറ്റ് ഡ്രസ് നെയിം രണ്ടും കിട്ടി. ഇനി ഒരു പുതിയൊരു തിയറി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സംഭവം നൺ വിയേഴ്സ് നാന്. ഓക്കെ, നൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാറ്റ അനാലിസിസ് കോളംസിൽ നണ്ണ് കാണാം. ഇറ്റ് റെപ്രസെന്റ് മിസ്സിംഗ് വാല്യൂ. അവിടെ വാല്യൂ ഇല്ല എന്നാണ് അതിനർത്ഥം. നാൻ ആണ് കാണുന്നതെങ്കിൽ കോളത്തിൽ നാൻ ആണ് കൊടുക്കുന്നത്, നോട്ട് എ നമ്പർ. വാല്യൂ ഉണ്ട് പക്ഷെ നമ്പർ അല്ല, ചിലപ്പോൾ ബ്ലാങ്ക് സ്പേസ് ആവാം, മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത്രേ ഉള്ളൂ. ടൈപ്പ് ഓഫ് നോൺ എന്താ നോൺ ടൈപ്പ് ആ റെപ്രസെന്റ് മിസ്സിംഗ് വാല്യൂ ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. np ഡോട്ട് അറേ 1 2 3 നോൺ സ്ട്രിങ് അങ്ങനെയുണ്ട്. ഓക്കെ, 1 2 3 നോൺ സ്ട്രിങ് അഥവാ നോൺ റെപ്രസെന്റ് മിസ്സിംഗ് വാല്യൂ. ഒരു വാല്യൂ മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വാല്യൂ ഇവിടെ എഴുതാൻ വിട്ടു മിസ്സിംഗ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് അറിയില്ല. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ നമുക്ക് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, അത് നമ്മളെ കോളംസിൽ കാണാം. അങ്ങനെ എന്നാൽ ടൈപ്പ് ഓഫ് np ഡോട്ട് നാണ്
ഫ്ലോട്ട് ടൈപ്പിലാണ് നാൻ വരില്ല, അഥവാ നോട്ട് എ നമ്പർ അല്ല അത് ആണ് നാൻ. ഓക്കെ, നമ്മൾ ഡാറ്റ എന്നുള്ളത് നമുക്കറിയാലോ. ഡാറ്റ നമ്മൾ എന്താണ് സംഭവം, നമ്മളെ കണ്ടോ ഡാറ്റയിൽ എന്താ കുറെ നാന് കണ്ടു ഇവിടെ ഉണ്ട് നാൻ. അഥവാ ഇത് നാൻ മീൻസ് നാൻ റെപ്രസെന്റ് മിസ്സിംഗ് വാല്യൂ, അവിടെ വാല്യൂ മിസ്സിംഗ് ആണ് നാൻ. പിന്നെ ഇനി നമ്മൾ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് ഡാറ്റ, അഥവാ കോളം നെയിമും അല്ല ടേബിൾ നെയിം കൊടുക്കുക ഈസ് എന്നെ. ഈസ് എന്നെ ഡേറ്റ് ട്രക്ക് നെയിം പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ഈസ് എന്നെ മീൻസ് ഇന്നിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ ഡാറ്റയിൽ അപ്ലൈ ചെയ്താൽ ഫാൾസ് ഉള്ളതൊക്കെ, അഥവാ വാല്യൂ ഉള്ളത് ഫുള്ള് എന്ത് വരും, ഫാൾസ് വരും. ട്രൂ ഉള്ളത് നാന് വരുന്നുണ്ട്, ഇവിടെ നാന് വരുന്നുണ്ട്. അത് ടെമ്പറേച്ചർ എന്താ കാറ്റമൈൻ ഹൈഡ്രോക്ലോറൈഡില് 2:30 നാനുണ്ട്, അപ്പൊ അവിടെ ട്രൂ വരും. നോക്കിക്കോ നിങ്ങൾ, ഇവിടെ ട്രൂ വന്ന ട്രൂ വരും. അടുത്തൊരു ഡാറ്റ ചെക്ക് ചെയ്യണ ഡാറ്റ ഡോട്ട് ഈസ് നൾ. ഇത് വെച്ചിട്ട് ഇതാക്കിയാൽ നല്ല കാര്യങ്ങളുണ്ട്. നൾ മീൻസ് ട്രൂയോട് വരുന്നില്ല, ഇവിടെ ട്രൂ വരുന്നുണ്ട്. എത്രാമത്തെ 5-ല് 2:30, 5-ല് 2:30, 5-ല് 2:30, 5-ല് 2:30. ഞാനല്ലത് വേറെ ട്രൂ ഉണ്ടായില്ല. അല്ല 3-ല് 2:30 ട്രൂ വരുന്നല്ലേ, 3-ല് 2:30 ട്രൂ, 3-ല് 2:30 ട്രൂ വരുന്നത്. 27 പറ്റിയ 3-ൽ ഇത് സെയിം തന്നെ 2:30. ഞാനുള്ളത് ട്രൂ വരും, ഞാനുള്ളത് ട്രൂ വരും. അപ്പൊ ഈ 2 ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഈസ് എന്നെ വെച്ചിട്ട് കണ്ടുപിടിക്കാം, ഈസ് ഡാറ്റ ഡോട്ട് ഈസ് എന്നെ വെച്ചിട്ട് കണ്ടുപിടിക്കാം, ഈസ് നള്ള് വെച്ചിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സെയിം. ഓക്കെ, സെയിം ആണ്. അപ്പൊ അങ്ങനെ ഈ 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഡാറ്റന്റെ സാധാരണ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കലില്ല. ഡാറ്റ ഡോട്ട് ഓരോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ഈ ഡാറ്റ ഡോട്ട് ഈസ് എന്നെ ഡോട്ട് ഓപ്പറത്ത് ഡോട്ട് സം എടുക്കും. അപ്പൊ അതിന്റെ ഒരു സം വെച്ചിട്ട് നമുക്ക് ഡാറ്റകളെ കണ്ടുപിടിക്കാം. ഉണ്ടോ, ഓരോന്നിലും എത്ര എണ്ണ ഉണ്ടോ അതിന്റെ സം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ എന്നെ വരുന്നതാണെങ്കിൽ അത് ഡാറ്റക്ക് വലിയ
പ്രോബ്ലം ഒന്നും വരുത്തില്ലെങ്കിൽ അതിനെ നമ്മൾ എന്താക്കും, ചെറിയ രീതിയിലാണ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. അതാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്ന ഡാറ്റ ഡോട്ട്. ഇതെല്ലാം മുന്നത്തേൽ പറഞ്ഞാണ് കേട്ടോ. ഡ്രോപ്പ് എണ്ണകളൊക്കെ പോക്കാം. ഇത് ചെയ്യുന്ന എല്ലാ എണ്ണകള് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു എന്താ പറയല്, നല്ല ഒരു ഗുഡ് ഡാറ്റനെ കിട്ടും. പിന്നെ ഡാറ്റ ടോപ്പ് തന്നെ ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിസ് കൊടുത്തു നമുക്ക് ഏത് കിട്ടി, ഈ ആക്സിസ് 1 എന്ന കോളം റിമൂവ് ചെയ്യണം. വരുന്ന കോളങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ നമുക്കൊരു ചെറിയ ഇത് നോക്കിയിട്ട് റിമൂവ് ചെയ്യാൻ, വെറുതെ റിമൂവ് ചെയ്യരുത്. പഠിക്കുന്നതുകൊണ്ട് നമ്മളിത് കാണിച്ചത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ കോളങ്ങളെല്ലാം പോയി. അപ്പോൾ നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും കോളങ്ങളെല്ലാം പോയാൽ. അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഡോട്ട് ഫിൽ തന്നെ. ബ്രാക്കറ്റ് 0 കൊടുക്കുക, 0 കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ വന്നിടത്ത് സെയിം ഡാറ്റകളൊക്കെ അതേപോലെ ഉണ്ട്. വന്നിടത്ത് നമുക്ക് 0 കൊണ്ട് ഫില്ല് ചെയ്യും. ചിലപ്പോൾ നമ്മൾ 0 കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ മീൻ എടുത്തിട്ട് ഫില്ല് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് ഒരു കോളത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ കോളം മാത്രം ഫില്ല് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ആ കോളം നെയിം ഇത് എടുത്തിട്ട് ഇപ്പോൾ ഈ 1:30 എന്നുള്ള ടൈമിലുള്ള ഡോട്ട് കോളം ഫില്ല് തന്നെ 0 ആണെങ്കിൽ അത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആ ഡാറ്റ മാത്രം ഫില്ല് ചെയ്ത് കിട്ടും. 0 വരുന്നിടത്തൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. മനസ്സിലായി? ഇനി നമുക്ക് മീൻ കൊണ്ട്, സാധാരണ നമ്മൾ മീനൊക്കെ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യല്. അങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഡാറ്റ ആ കോളം നെയിം ചെയ്ത ഫില്ല് തന്നെ ബ്രാക്കറ്റിൽ ഡാറ്റ ഇതിൻ്റെ ഈ കോളത്തിന്റെ മീൻ എടുക്കുക, അതുകൊണ്ട് ഫില്ല് ചെയ്യുക. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡാറ്റ ഫില്ല് ചെയ്യുന്നത് കുറച്ചും കൂടി 0 എന്നതിന് പകരം അതിൻ്റെ മീനോട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 വന്നത് 2, 3, 0 ആണ്. 2, 3, 17.5 ഈ കോളത്തിന്റെ മീന് അത് വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതാണ് കുറച്ചും കൂടി നല്ല മെത്തേഡ്. നമ്മൾ നോക്കുന്നത് ഡാറ്റ ഡോട്ട് id. നമ്മൾ ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ. ഓക്കെ, ഈ ടെമ്പറേച്ചറിന്റെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഓരോന്ന് എഴുതാൻ സമയമില്ല, ഓൾറെഡി 23 മിനിറ്റായി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എഴുതി വെച്ച പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഡെഫ് ഞാൻ ടെമ്പറേച്ചർ, ഞാനൊരു മീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അഥവാ എസ്റ്റോ ടെമ്പറേച്ചർ അവറേജ് ഈക്വൽ ടു എസ്റ്റോ ടെമ്പറേച്ചർ അഥവാ ഈ ടെമ്പറേച്ചറിന്റെ ഡോട്ട് മീൻ ആണ്. റിട്ടേൺ എക്സ് റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എന്താ വേണ്ടി വെച്ചാൽ ഡാറ്റ ഡോട്ട് id എന്നുള്ള ഇതിൽ ഡാറ്റ ഡോട്ട് id ഗ്രൂപ്പ് ടെക്സ്റ്റ് നെയിം ഗ്രൂപ്പ് കീ ഫാൾസ് ഡോട്ട് അപ്ലൈ ഡോട്ട് ടെമ്പറേച്ചർ ഇത് വെച്ചിട്ട് റൺ ചെയ്ത് ഡാറ്റ ഡോട്ട് id ടെക്സ്റ്റ് നെയിം വെച്ചിട്ട് ഞാൻ എന്താ ഗ്രൂപ്പ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഈ ടെമ്പറേച്ചറിനെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായ ആവറേജ് ടെമ്പറേച്ചർ ഓരോ ഈ ഒരു ഇപ്പൊ ഇതെന്താ ഇതിൽ വന്ന് ഈ ഒരു എക്സാമ്പിളിൽ എന്താ നമ്മൾ ചെയ്ത് വെച്ചാൽ ഡാറ്റ ഡോട്ട് id സീക്വൽ ടു ഡാറ്റ ഡോട്ട് id ഗ്രൂപ്പ് ആയി ടെക്സ്റ്റ് നെയിം കൊണ്ട് ഗ്രൂപ്പ് ചെയ്ത്. ഗ്രൂപ്പ് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിൽ ഇവിടെ എടുക്കുക, എന്താ പറയല്,
ഡിൽറ്റിയാസിയം ഹൈഡ്രോക്ലോറൈഡിന്റെ ടെമ്പറേച്ചർ 20 ആണല്ലോ. അതേപോലെ വീണ്ടും ഡിൽറ്റിയൈഡ് ഹൈഡ്രോക്ലോസ് ടെമ്പറേച്ചർ 20 ഉണ്ട്. അപ്പൊ ഇതിൽ എത്ര പ്രാവശ്യം ഈ ഡിൽറ്റിയൈഡ് ഹൈഡ്രോക്ലോറൈഡ് വന്നോ അതിന്റെ ഫുൾ സം എടുത്തിട്ട് ടോട്ടൽ നമ്പർ എത്രണ്ണം വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ അവറേജ് ടെമ്പറേച്ചർ കൊണ്ട് നമ്മൾ ഈ അവറേജ് പറഞ്ഞിട്ട് ഫില്ല് ചെയ്താ. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു സംഭവമാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു കോഡ് വെച്ച് നമ്മൾ ചെയ്തത്. അഥവാ ടെമ്പറേച്ചർ ഇതിന്റെ ഇവിടുന്ന് ടെമ്പറേച്ചർ മുതൽ ഇതുവരെ ഓൾറെഡി ഈ ടേബിൾ തന്നെ അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ അവറേജ് ടെമ്പറേച്ചർ എന്ന പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തു. അതാണ് ഡാറ്റ ഡോട്ട് ഐ ഡി. ഡാറ്റ മനസ്സിലായില്ലേ? ഡാറ്റ ഡോട്ട് ഐ ഡി ഗ്രൂപ്പ് ടെക്സ്റ്റ് നെയിം കീ ഫാൾസ് അപ്ലൈ ടെമ്പറേച്ചർ മീൻ. പിന്നെ ഡാറ്റ ഡോട്ട് ഐ ഡിയിൽ നമ്മൾ എന്തായി ഈ ടെമ്പറേച്ചർ അവറേജ് എന്നുള്ള ഒരു അഡീഷണൽ നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ഡോട്ട് ഐ ഡി ടെമ്പറേച്ചർ ഡോട്ട് ഈസ് എന്നെ ഡോട്ട് സം. ഡാറ്റ ഡോട്ട് ഐ ഡി ടെമ്പറേച്ചർ ഈസ് എന്നെ സം കൊണ്ട് ഇതിന്റെ സം കണ്ടുപിടിക്കുക. ഇവിടെ ടെമ്പറേച്ചർ ഈസ് എന്നെ 13 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ഐ ഡി ടെമ്പറേച്ചർ ഫിൽ തന്നെ ഐ ഡി ടെമ്പറേച്ചർ അവറേജ് ഇൻ പ്ലേസ് ട്രൂ. അത് ഇൻ പ്ലേസിൽ അത് ഈസ് തന്നെ ഉള്ളത് ഐ ഡി ടെമ്പറേച്ചറിൽ കൊടുത്തു. ഡാറ്റ ഐ ഡി ടെമ്പറേച്ചർ ഈസ് തന്നെ സം. അഥവാ ഡാറ്റ ഡോട്ട് ഐ ഡി ടെമ്പറേച്ചർ ഈസ് തന്നെ സം എത്രയായി 0 ആക്കി കൊണ്ടുവന്നു. നേരത്തെ 13 ഉണ്ടായി. അതിനുശേഷം ഈ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി ഫില്ല് തന്നെ കൊടുത്ത് അവറേജ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ആ ഒറിജിനൽ ടെമ്പറേച്ചർ ഇൻ പ്ലേസ് ട്രൂ കൊടുത്ത ഒറിജിനൽ ടേബിളിനെ നമ്മൾ അവറേജ് വെച്ച് റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ഒറിജിനൽ ടേബിളിൽ ഒറ്റ എന്നെ ഇല്ല. അത് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്താണ്. ഡാറ്റ ഡോട്ട് ഐ ഡി ടെമ്പറേച്ചർ ഡോട്ട് ഈസ് എന്നെ ഒരു സം എടുത്തപ്പോൾ ഇവിടെ 0, ഇവിടെ 13 ഉള്ളത് ഇവിടെ 0 ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഇനി ഒരു സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. സാമ്പിൾ പീഡിയോയുടെ സീരീസ് 1, 2, 3 np.na നോൾ. ഇതാണ് നമ്മളെ മോഡൽ സാമ്പിൾ. എന്തായിപ്പോ np.nan was removed in number 2 റിലീസ്. പുതിയ റിലീസിൽ np.nan ഇല്ല. അതിന് പകരം np.nan സ്മാൾ nan ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് പഴയ വെർഷനിൽ ചെയ്തപ്പോഴുള്ള കോഡാണ്. പുതിയ വെർഷന് സ്മാൾ nan ആണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാൾ nan നമ്മളവിടെ കൊടുത്തു. അത് ഓക്കെ ആയി. ഓക്കെ ആയിട്ട് ഞാൻ സാമ്പിൾ എന്താണ് നമുക്ക് നോക്കാം. സാമ്പിൾ ഓക്കെ, സാമ്പിളിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? 1, 2, 3 nan നോൺ. അപ്പോൾ ഇത്രയാണ് സുഹൃത്തുക്കളെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരു പുതിയതായി ഡാറ്റ അനാലിസിസിലൊക്കെ വരുന്നവർക്ക് ഇതൊരു ചെറിയ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ബോറിംഗ് എന്ന് വിചാരിച്ച് ദയവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം കിട്ടില്ല. അപ്പോൾ വളരെ പേഷ്യൻസോട് കൂടി പുതിയൊരു സ്കില്ലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ പുതിയൊരു നല്ലൊരു പേഷ്യൻസോട് കൂടി സെയിം സാധനങ്ങൾ തന്നെ നിങ്ങൾ വീഡിയോ കേൾക്കുക, പാരലായിട്ട് നിങ്ങൾ കൊളാബ് എടുത്തിട്ട് സ്വന്തം ചെയ്തിട്ട് പഠിക്കുക. ഡൗട്ടുള്ളത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ
എന്നിട്ട് ചോദിക്കുക. പിന്നെ ഡൗട്ട് ഉള്ളത് കൂടുതൽ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പാൻഡ സീരീസ് ഏകദേശമൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡാറ്റ അനലിസ്റ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യുക, പുതിയ പുതിയ ഡാറ്റ സെറ്റ് എടുത്തിട്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി നമ്മൾ പുതിയ ലൈബ്രറിയുമായിട്ട് വരുന്നതാണ്. മറ്റേ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ SNS-ന്റെ ലൈബ്രറി ഉണ്ട്, പൈപ്പ്ലോട്ടിൻ്റെ പൈപ്പ്ലോട്ടിൻ്റെ ലൈബ്രറി ഉണ്ട്. അപ്പം ഈ 2 ലൈബ്രറി നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.